സന്നിധാനത്ത് ഇന്ന് രാവിലെ അല്പം തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് സ്ഥിതി ശാന്തമായി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിൽ വലിയ നടപ്പന്തലിലെ അല്പനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം സുഗമമായിട്ടുള്ള ദർശനം നടത്താൻ വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. തിരക്കുണ്ടായിരുന്നോ? പിന്നെ കുഴപ്പമില്ല, നല്ലോണം കഥപ്പ് വന്ന കാരണം കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. 3:45 ചവിട്ടി എപ്പോഴാണ് ഇവിടെ എത്തുന്നത്? ഫുള്ള് ബ്ലോക്കാ. തിരക്ക് പമ്പ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിരക്ക് കൂടി. തിരക്കുണ്ട്, നല്ല തിരക്കാം. ഉറപ്പൊപ്പരം വന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക്? 4 മണിക്കൂറായിരുന്നു ഇപ്പൊ ദേവരെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. അതിലിടയ്ക്ക് സ്വാമിമാര് പുറത്തുനിന്ന് വന്ന തമിഴ് സ്വാമിമാര് തള്ളിയിട്ടൊരു കൊച്ചിന്റെ മേത്ത് പിന്നെ ഒന്നും തള്ളുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടു മുൻപ് പ്രതികരിച്ച ഭക്തരൊക്കെ പറഞ്ഞത് സ്ഥിതി അല്പം ശാന്തമാണ്. പക്ഷേ പലർക്കും പല രീതിയിലാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് രാവിലെ 7 മണി മുതൽ 12 മണി വരെ മാത്രമേ സത്രം വഴി ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. ഭക്തരുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. മറ്റൊന്ന്, പ്രായമായ ആളുകളും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളും കുട്ടികളുമായി വരുന്ന ആളുകളും പരമ്പരാഗത കാനനപാത ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷം ADM ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പലരും കാനനപാതയിൽ, അതായത് വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും നിലവിലെ സന്നിധാനത്തെ സ്ഥിതി അനുസരിച്ച് രാവിലെ മുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.